സിംഹാസനത്തിൽ ആരൂഢനായ ഈ വർഗീയ കാതോലിക്ക ബാവായെ 1934 ഭരണഘടനയ്ക്ക് വിധേയമായി അംഗീകരിച്ചുവെന്ന് എഴുതി തന്നിട്ടുണ്ട്. ഏഴാമത് 1964 മെയ് 22-ന് കോട്ടയം ഏലിയ കത്തീഡ്രലിൽ വെച്ച് യാക്കോബ് തൃതീയൻ പാത്രിക്കീസ് ഔഗൻ ബാവായെ മാർ തോമസ് ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായ മലങ്കര സഭയുടെ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായി ഈ സ്ഥാനനാമങ്ങളെ ഒരു കാലത്ത് എതിർത്തവർ ഇന്ന് ഈ സ്ഥാനനാമങ്ങളോട് ഇത്ര ഭ്രമമുണ്ടായിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പലർക്കും മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം വേണം, പലർക്കും കാതോലിക്ക സ്ഥാനങ്ങൾ വേണം. ഈ സഭയുടെ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായ്ക്കും അല്ലാതെ മറ്റാർക്കും പരിശുദ്ധ എന്ന് ചേർത്ത് ഉപയോഗിക്കുവാൻ മലങ്കര മെത്രാപ്പൊലീത്തായുടെയും കാതോലിക്കായുടെയും സ്ഥാനത്ത് സാധിക്കുകയില്ല. അതിൻ്റെ കാരണം മനസ്സിലാക്കണം. ഈ മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനവും കാതോലിക്ക സ്ഥാനവും ഒക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് പരിശുദ്ധ കാതോലിക്ക എന്ന് വെക്കാൻ കാര്യമില്ലാത്തത് അവരുടെ പ്രധാന മേലധ്യക്ഷൻ ഇവിടല്ല, വിദേശിയാണ്. പക്ഷേ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ കാതോലിക്കായും പരിശുദ്ധ മലങ്കര മെത്രാപ്പൊലീത്തായുമായി ഈ ലോകത്തിൽ ഇന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ഈ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രധാന മേലധ്യക്ഷൻ മാത്രമാണ്. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തിന് മൂന്നാമത് ഒരു അടിസ്ഥാനം കൂടിയുണ്ട്. അത് മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വമാണ്. മാർത്തോമാ ശ്ലീഹ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ ശ്ലീഹന്മാർക്കും തുല്യനാണ് എന്നാണ്. കർത്താവ് സിംഹാസനം വാഗ്ദാനം ചെയ്തപ്പോൾ 12 ശിഷ്യന്മാർക്കും ഒരുപോലെ സിംഹാസനം വാഗ്ദാനം ചെയ്യുകയാണ്. അത് പത്രോസിനെന്നോ മറ്റാർക്കെങ്കിലെന്നോ പറയാം. 12 പേർക്കും സിംഹാസനം തന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ശിഷ്യന് ശ്ലൈഹിക സിംഹാസനം അവകാശപ്പെടാമെങ്കിൽ മാർത്തോമാ ശ്ലീഹായ്ക്കും ശ്ലൈഹിക സിംഹാസനം അവകാശപ്പെടുവാൻ ഒരു കുറവുമില്ല എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കണം. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, പുതിയ നിയമത്തിൽ ഒരു സഭയും മറ്റൊരു സഭയുടെ കീഴിലല്ല. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പോലും കൊരിന്തിലും എഫേസോസിലും ഫിലിപ്പിയിലും എല്ലാം സഭകൾ സ്ഥാപിച്ചിട്ട് ഒരു സഭയും മറ്റൊരു സഭയുടെ കീഴിലാണെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഓർക്കണം. ഈ പുതിയ നിയമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓർത്തഡോക്സ് സഭകളിലെ ഒരു സഭാ മേലധ്യക്ഷനും മറ്റൊരു സഭാ മേലധ്യക്ഷന്റെ കീഴ്സ്ഥാനി അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത്. 1934 ഭരണഘടന ഇത് വ്യക്തമാക്കുന്നുണ്ട്. പൗരസ്ത്യ കാതോലിക്കായുടെ മുകളിൽ ദൈവം തമ്പുരാനല്ലാതെ മറ്റൊരു അധികാര സ്ഥാനി ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുന്നു. ഈ സത്യം മലങ്കര സഭയുടെ സ്വയം ശീർഷകത്തെ ഉറപ്പിക്കുകയാണ്. 1958, 1995, 2017 സുപ്രീം കോടതി വിധികൾ മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വം ആരക്കെട്ട് ഉറപ്പിച്ചതാണ്. പൗരസ്ത്യ കാതോലിക്ക ഇവിടെ ഒന്നേ ഉള്ളൂ. വിശുദ്ധ മാർത്തോമായ ശ്ലൈഹിക സിംഹാസനത്തിൽ ഏകവും പൂർണ്ണമായ കാതോലിക്ക എന്ന് ഈ കോടതി വിധികൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. 2017 കോടതി വിധിയുടെ സംഗ്രഹത്തിലെ 5-ാം ഖണ്ഡിക കേട്ടുകൊള്ളുക. പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കയാണ്. മലങ്കര മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ മലങ്കര സഭയുടെ ലൗകികവും വൈദികവും ആത്മീയവുമായ ഭരണത്തിന്റെ സുപ്രധാന ഭാരവാഹിത്വം മലങ്കര മെത്രാപ്പൊലീത്തായ്ക്കുള്ളതാണെന്ന് കോടതിയാണ് വിധിച്ചിരിക്കുന്നത്. 1958, 1995, 2015